ഹലോ എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ താഴെ മലാന വില്ലേജിലേക്ക് കയറാനുള്ള ഇതൊരു ഡാമാണ്. ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് സഡൻ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുകയാണ്. ഇനി ഇവിടുന്ന് നടന്ന് മുകളിലേക്ക് കയറാനുണ്ട്. ഇവിടെ ഒന്നും ക്യാമറാസ് അലൗഡ് അല്ല കേട്ടോ. കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. ഇത് ആക്ച്വലി കസോളിൽ നിന്ന് ഞങ്ങൾ മലാനയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ചെറിയ മാർക്കറ്റിൽ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ച് 2 വീലർ ഓടിച്ചിട്ട് അവിടെ പോയി ടിബറ്റൻ ഫ്ലാഗ് വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടെ പോകാതെ വണ്ടി എടുക്കാതെ ഞാൻ നേരിട്ട് പോയിട്ട് അവിടെ നിന്ന് ഫ്ലാഗ് വാങ്ങിച്ചു. ഇതപ്പം എൻ്റെ വണ്ടിയിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. സോ ഞാനൊരു ഹെയർ ബാൻഡ് പോലെ ഇത് വാങ്ങിച്ചു, 3 ഫ്ലാഗ് വാങ്ങിച്ചു, പിന്നെ ഒരു ക്യാപ്പ് വാങ്ങിച്ചു, പിന്നെ ഒരു സ്വെറ്റർ പോലത്തെ നല്ല തണുപ്പായിരിക്കും സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോയതാണ്. ഇപ്പം താഴെ നിന്നിട്ട് ഒരു ഡാമിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറി നടക്കുകയാണ്. 2 മണിക്കൂർ നടക്കാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂർ നടന്ന് ഞങ്ങൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ പതുക്കെ കയറി കുറച്ചെത്തിയതേ ഉള്ളൂ. കുറേ പേര് പുറകെ വരുന്നുണ്ട്, ഒരുപാട് പേര് പുറകെ ഉണ്ട്. മടുത്തു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടുത്തു. പക്ഷെ എന്നാലും നമ്മൾ വരുമ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാതെ നോക്കാതെ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമല്ലേ. താഴേക്കടെ ഉണ്ടോ, അയ്യോ കാണുന്നില്ലല്ലേ, അതെ റോഡിങ്ങനെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ പടവാകും. എന്താ കുറച്ച് പേര് വരുന്നുണ്ടോ, ഉണ്ടോ? അവരുടെ കോസ്റ്റ്യൂമൊക്കെ വേറെ തന്നെയാണ്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കിക്കേ, അവർ നല്ലൊരു പ്രത്യേക ഡ്രസ്സിങ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ. ഞാൻ ഈ സാധനം ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഈ സമയം 4-5 മണി ആയപ്പോഴത്തേക്കും ശരിക്കും ഇത് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ കുത്തിക്കയറ്റി ഇട്ടത്. ഇനി എനിക്ക് തോന്നുന്നു വീഡിയോസ് എൻ്റെ ഓൾമോസ്റ്റ് മെമ്മറിയും ഫുള്ളാണ്. ഒത്തിരി വീഡിയോ എടുത്തിട്ടുള്ളത് കൊണ്ട്, ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം എത്തിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കേട്ടോ. കാരണം അപ്പോഴേ ഉള്ളൂ എനിക്ക് നാട്ടിലെത്താൻ പറ്റത്തുള്ളൂ, നെറ്റ്വർക്ക് എല്ലാം സെറ്റ് ആവത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ശരിക്കും എൻ്റെ കൂടെ ഒന്നും ആരുമില്ല. എൻ്റെ കൂടെ വന്നവരൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ നടന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ചെറിയ ഭാഗങ്ങൾ. ഇത് അതുപോലത്തെ ഒരു വഴിയാണ്. ഇതുപോലത്തെ കുഞ്ഞു വഴികളൊക്കെ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇത് ഞങ്ങൾ ആദ്യം എടുത്തൊരു വീഡിയോ ആയിരുന്നു, അതാണ് ഇത്രയും ലൈറ്റ്. ഞങ്ങൾ കുറേ നടന്ന് കയറിയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇരുട്ടിയത് കൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. മെയിൻ തിങ് അവിടെ വീഡിയോസ് അലൗഡ് അല്ല കേട്ടോ പോകുന്ന വഴി. ഇതാ കുറേ ഒരു ആള് ഇവിടെ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല ആ മലയിലോട്ടെങ്ങാനും ആണോ കയറുന്നതെന്നൊന്നും എൻ്റെ അറിയില്ല. ആടിനെ തീറ്റിക്കൊണ്ട് ഒരു ചേട്ടൻ അവിടെ നിന്നു. എന്താ ഈ ഉണക്കപ്പുല്ലാണോ എന്തോ ഇതുകൾ തിന്നുന്ന നോക്കിക്ക്, ഉണക്കപ്പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുക. ആ കിടക്കുന്നതുണ്ടോ ഒരു കാറാണ്, മുകളിലെ മലയിൽ നിന്ന് ഉരുണ്ട് വന്നതാണ് ആക്സിഡൻ്റ് ആയിട്ട്. ഇരുട്ടായിട്ടുണ്ട്. ഇനി എന്തായാലും വീഡിയോസ് ഇനി മോളിൽ ചെന്നിട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പകുതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ ദൂരത്തേക്ക് പോകാനുണ്ട്. കയറി മുകളിൽ എത്തിയിട്ട് ഇനി ബാക്കി വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ എല്ലാവരും ലൈറ്റൊക്കെ തെളിയിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ. സോ അവിടെ ഒരാളുണ്ട്. അപ്പൊ ഇവരെല്ലാരും ലൈറ്റ് തെളിച്ചിട്ടാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്ത. സാരംഗിയുടെ വുഡ് ബി ആൻഡ് അക്ഷയ്. യെസ്, സോറി, ഇത് അവിടെ അടുത്ത് ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. സോക്സ് ഇട്ടോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ വീഡിയോ പിന്നെ കാണാട്ടോ. ബൈ.